ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു ബിഗ് ലേണിംഗ് ആപ്പ് ആൻഡ് ഏണസ്റ്റ് അക്കാദമി. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അറിയാം, എക്സാം ഓറിയന്റഡ് ആയിട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും, നമ്മുടെ മലയാളികളായിക്കോട്ടെ ആരാണെങ്കിലും, പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണ്ടി വരുന്ന കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സെഷനാണിത്. കാരണം നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് വിച്ച് ഈസ് NTPC-യും അതേ കൂട്ട് തന്നെ നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാംസും PSC എക്സാംസും തമ്മിൽ ഒരുമിച്ച് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സിലബസുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന രീതിയിലുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അപ്പം മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും കുറേയേറെ പേർക്കൊക്കെ, നമ്മുടെ കേരളത്തിലെ കുറേയേറെ പേർക്കൊക്കെ ഈ പറയുന്ന PSC എക്സാം എഴുതി ഉദ്യോഗാർത്ഥികളായിട്ട് ഉദ്യോഗത്തിൽ പ്രവേശിക്കാനാണ് ആഗ്രഹം. മറ്റുള്ളവർക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. എന്നാൽ ഈ രണ്ട് കാറ്റഗറി ഉൾപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുറെ പേരുണ്ട്. അപ്പം എങ്ങനെ PSC എക്സാമിനും RRB NTPC-ക്കും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ സെഷനിലേക്ക് വെൽക്കം. അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം പറയേണ്ടത് സ്വാഭാവികമായിട്ടും രണ്ട് എക്സാം ആണ്, അല്ലെ? രണ്ട് കാറ്റഗറി, വലിയ ഒരു വാസ്റ്റ് ഏരിയ ഉള്ള രണ്ട് കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് RRB NTPC ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RRB-യുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം NTPC തന്നെ ടെക്നിക്കൽ ലെവലും ഉണ്ട്, അതുകൊണ്ട് തന്നെ നോൺ ഗ്രാജുവേറ്റും ഉണ്ട്, ഗ്രാജുവേറ്റ് ലെവലും ഉണ്ട്. അതിന്റെ നോൺ ഗ്രാജുവേറ്റ് ലെവലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം അറിയേണ്ടത് RRB NTPC എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ സിലബസ്, എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എക്സാം, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലവണ്ണം പഠിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ്. കാരണം കൂടുതൽ നമുക്കറിയാം, കൂടുതൽ പ്രയോറിറ്റീസ് എപ്പോഴും തരുന്നത് നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ്. എന്നാൽ PSC എക്സാം എന്ന് പറയുന്നത് അതിനും ഉണ്ട് പ്രയോറിറ്റീസ്, എങ്കിലും രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലേഡീസിനൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞ PSC എക്സാമിലോട്ട് തിരിയുന്നതാണ് കൂടുന്നുള്ളത്. എന്നാൽ മെൻസിനെല്ലാം പെട്ടെന്ന് നല്ല എക്സാം എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്, മെയിൻലി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന പല എക്സാംസും. ഓക്കെ, അപ്പം നമ്മുടെ RRB NTPC എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. RRB NTPC അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ, ഇങ്ങനെ പല പോസ്റ്റുകളുണ്ട്. അതിനകത്തെ RRB NTPC ഏകദേശം നമ്മുടെ ലെവല് പറയുമ്പം 3, 4, 5 അതാണ് മെയിൻ ആയിട്ട് വരുന്ന ലെവല്. സ്റ്റേഷൻ മാസ്റ്റർ അങ്ങനെയുള്ള പോസ്റ്റ് ഒക്കെ ഗ്രാജുവേറ്റ് ലെവലിനും നോൺ ഗ്രാജുവേറ്റിന് ക്ലറിക്കൽ പോസ്റ്റുകള്, അതുകൂട്ട് തന്നെ മാനേജർ പോസ്റ്റുകളൊക്കെ തരുന്ന ഒരു ഭാഗമാണ് NTPC എക്സാം എന്ന് പറയുന്നത്. ഇതിന്റെ ഈ എക്സാമിന് RRB NTPC സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കൂട്ട് തന്നെ രണ്ട് എക്സാം ഉണ്ട്, CBT 1ഉം CBT 2ഉം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 1ഉം ഉണ്ട് 2ഉം ഉണ്ട്. RRB-യുടെ എല്ലാ എക്സാമിനും അതുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിനകത്ത് ആദ്യത്തെ CBT 1-ൽ RRB NTPC-യുടെ CBT 1-ലെ എന്താണ് സിലബസിലെ അല്ലെങ്കിൽ എക്സാം പാറ്റേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാമിന് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന കൂട്ട് 3 ഭാഗമുണ്ട്. 1 ജനറൽ അവയർനെസ് ആണ്, 2 മാത്തമാറ്റിക്സ് ആണ്, 3 ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്. ഇവിടുത്തെ ജനറൽ അവയർനെസിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ 40-ഉം മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്കാണ്. ഓക്കെ, മാത്തമാറ്റിക്സിന് 30 ക്വസ്റ്റ്യൻസ് ആണ്, മാക്സിമം മാർക്ക് 30 ആണ്. ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നും 30 ക്വസ്റ്റ്യൻസ് ആണ്, മാക്സിമം മാർക്ക് 30 ആണ്. അങ്ങനെ ടോട്ടലി 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന് നമുക്ക് CBT 1-ന് NTPC-യിൽ പ്രതീക്ഷിക്കാം. അപ്പം ഇത് നോക്കുമ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ നോക്കുന്നവർക്ക് ഇതിനകത്ത് ടെക്നിക്കൽ ആയിട്ട് ഒരു സാധനവും കണ്ടുപിടിക്കാൻ കഴിയില്ല. എല്ലാം +2 ലെവലിന് താഴെയുള്ള ടോപ്പിക്സ് ആണ്, അല്ലെ? സിലബസ് നോക്കുകയാണെങ്കിലും എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിലും ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ഇതാണ് CBT 1-ന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. എന്നാൽ CBT 2-നെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സാം പാറ്റേണിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്, പക്ഷേ സെയിം ആണ് ടോപ്പിക്സ് എല്ലാം വരുന്നത്. നമ്മൾ CBT 1-ന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് CBT 2-ലും അതേ പ്രിപ്പറേഷൻ ലെവൽ കൊണ്ട് അപ്പിയർ ചെയ്യാം എന്നുള്ളതാണ് ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. CBT 2-ല് മുമ്പേ പറഞ്ഞ ജനറൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന് വരികയാണ്. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുന്നു. മാത്തമാറ്റിക്സ് 30-ൽ നിന്നും 35 ക്വസ്റ്റ്യനും 35 മാർക്കിലോട്ട് മാറും. അതുകൊണ്ട് തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നുള്ളത് 35 ക്വസ്റ്റ്യൻസ് 35 മാർക്ക്. അങ്ങനെ ടോട്ടലി 120 ക്വസ്റ്റ്യൻസ്
120 മാർക്കിന്. ജസ്റ്റ് ജനറൽ അവയർനെസ് ഒരു 10 മാർക്ക് കൂടി, മാത്തമാറ്റിക്സിലും ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലും ഒരു 5 മാർക്ക് വെച്ച് ഇൻക്രീസ് ആയത് ഒഴിച്ചാൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതാണ് RRB NTPC എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്, വിച്ച് ഇസ് അബൌട്ട് CBT 1 ഉം CBT 2. അപ്പം ഇതാണ് ടോട്ടലി പറയുമ്പോൾ എക്സാം പാറ്റേൺ RRB NTPC. അങ്ങനെയെങ്കിൽ ഈ RRB NTPCയുടെ സിലബസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? RRB NTPCയുടെ സിലബസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് കൂട്ട് തന്നെ നമ്മൾ 3 ഭാഗം കണ്ടു. അതിൽ ആദ്യം വന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിനെ കുറിച്ച് പറയാം. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അനലോഗീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, പസിൽസ്, സിലോഗിസം, ഡയറക്ഷൻസ്, ബ്ലഡ് റിലേഷൻസ്, റാങ്കിംഗ്, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന സബ് ടോപ്പിക് അണ്ടർ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ദെൻ രണ്ടാമത് വരുന്ന ഭാഗം മാത്തമാറ്റിക്സ് ആണ്. അതിൽ നിന്നും വരുന്ന ടോപ്പിക്സ് ആൾജിബ്ര, ജിയോമെട്രി, ട്രിഗണോമെട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, LCM, HCF, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്, ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇത്രയാണ് മാത്തമാറ്റിക്സിൽ നിന്നും വരുന്ന ഭാഗം. ദെൻ നമ്മുടെ മെയിൻ ഭാഗം ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിൽ നിന്നും വരുന്നത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അതിനകത്ത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കറണ്ട് അഫയേഴ്സ് വരും. ഏകദേശം ഒരു 6 മന്ത്സിന് മുമ്പുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ദെൻ ഇന്ത്യൻ പൊളിറ്റി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക് ഡെവലപ്മെന്റ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, അവാർഡ്സ്, ബുക്സ്. ഇങ്ങനെയാണ് RRB NTPCയുടെ സിലബസ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പം RRB NTPCയിൽ നമ്മൾ നോക്കുമ്പം CBT 1ന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. CBT 2നെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം CBT 2ലും സിലബസ് സെയിം ആണ്. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആയി എന്നുള്ളത് മാത്രം. 20 മാർക്ക് കൂടെ കൂടി വരും. 100-ലുള്ളത് 120-ലാകും എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് RRB NTPC എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയെങ്കിൽ ഈ സിലബസിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ ജനറൽ അവയർനെസ് നമുക്കറിയാം. നമ്മുടെ RRB NTPC CBT 1ന്റെ മോസ്റ്റ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഭാഗം കൈകാര്യം ചെയ്യുന്ന 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ജനറൽ അവയർനെസ്. ഇതിനകത്ത് വരുന്നത് കറണ്ട് ഇവന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ് ആണ്. ദെൻ ഇമ്പോർട്ടന്റ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഈ ഭാഗത്താണ് വരുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആൻഷ്യന്റ്, മിഡീവൽ, ദെൻ മോഡേൺ, 3 ഭാഗവും പറയണം. ഫ്രീഡം സ്ട്രഗിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്. ജിയോഗ്രഫി വിച്ച് ഈസ് ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്, അത് ഇന്ത്യയിലെയും വേൾഡിലെയും കാര്യങ്ങൾ വേണം. ദെൻ ഇന്ത്യൻ പൊളിറ്റി ആണ്, ആൻഡ് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച്, അതിന്റെ ബോഡീസിനെ കുറിച്ച്. ദെൻ ഇന്ത്യൻ എക്കണോമി വിച്ച് ഈസ് ബേസിക് എക്കണോമിക് കൺസെപ്റ്റ്സ് ആൻഡ് ഗവൺമെന്റ് പ്രോഗ്രാംസ് ആണ് അവിടെ വരുന്ന ടോപ്പിക്ക്. ദെൻ ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ്, അതായത് നമ്മുടെ 10th NCERT 10th ലെവൽ വരെയുള്ള സ്റ്റാൻഡേർഡ് വരെയുള്ള ഭാഗമാണ് അതിനകത്ത് പഠിക്കേണ്ടത്. ദെൻ എൻവയോൺമെന്റ്, എക്കോളജി, ബേസിക്സ് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, നമ്മുടെ സയൻസ് വരുന്നുണ്ട്. ദെൻ ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. സാധാരണയായിട്ട് ജനറൽ സയൻസ് എന്നും പറഞ്ഞു വരുന്ന ഭാഗം ഇവിടെ ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വന്നിരിക്കുന്ന അണ്ടർ ഏതാന്ന് ചോദിച്ചാൽ ജനറൽ അവയർനെസിന്റെ അണ്ടറിലാണ് ഈ ഭാഗം വന്നിരിക്കുന്നത്. ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചർ ആണ്. ദെൻ മോണുമെന്റ്സ് ആൻഡ് പ്ലേസസ്. ദെൻ ഫേമസ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റീസ്, ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ആപ്ലിക്കേഷൻസ്, transport systems in India, important organizations, domestic as well as global, then abbreviations, UN and global organizations, then environmental issues, then flagship government programs, flora and fauna. ഇത്രയാണ് നമ്മുടെ ജനറൽ അവയർനെസിന്റെ അണ്ടറിൽ 40 മാർക്കിന് CBT 1ൽ ചോദിക്കുന്ന ടോപ്പിക്, സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. നോക്കുമ്പം വലിയ ഒരു വാസ്റ്റ് വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ കാര്യങ്ങളെ കുറിച്ചും ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഈ ജനറൽ അവയർനെസ് നിന്നും 40 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഈ സിലബസിന്റെ മറ്റൊരു പ്രത്യേകത. ഇത് ജസ്റ്റ് 40 മാർക്കിന്റെ കാര്യം 40% വെയിറ്റേജ് മാത്രമേ ആയിട്ടുള്ളൂ. അടുത്ത വരുന്ന 30% അല്ലെങ്കിൽ 30 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ മാത്തമാറ്റിക്സിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ഇന്റിജേഴ്സ്,
that is rational and irrational numbers, then real numbers, place value, etc. Then BODMAS, order of operations, then decimal and fractions, LCM, HCF, ratio and proportion, percentage, mensuration, which means area, perimeter, volume of 2D, 3D shapes, then time and work problems, SSC problems ആണ് പറഞ്ഞിരിക്കുന്നത്, then time, speed and distance, then simple and compound interest, then profit and loss. പിന്നെ വരുന്നതാണ് ആൾജിബ്ര. ആൾജിബ്രയ്ക്കകത്ത് വരുന്നത് ലീനിയർ, then quadratic equation, algebraic expressions, then geometry, lines, angles, triangles, circles, polygons, then trigonometry, basic ratios, identities, heights and distances, then elementary statistics, which is mean, medium, mode, basic data interpretation, square root and cube root, then age calculations, problems on age, then calendar and clock problems, pipes and cistern problems. ഇത്രയാണ് നമുക്ക് ഉള്ള ടൈം ആൻഡ് വർക്കിൽ നിന്നാണ് ഇത്രയുമാണുള്ള മാത്തമാറ്റിക്സിന്റെ ടോപ്പിക്ക്. 30 മാർക്കാണുള്ളതെങ്കിലും വളരെയധികം ചെയ്ത് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ എല്ലാ ഫണ്ടമെന്റൽ മാത്തമാറ്റിക് നോളജ് ഉള്ളവർക്ക് മാത്രമേ ഈ 30 മാർക്ക് ഫുള്ള് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ സിലബസിന്റെ പ്രത്യേകത. അപ്പം അങ്ങനെ 40, 30, 70 മാർക്കായി. ഇനിയുള്ള 30 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്നാണ്. അതിനകത്ത് വരുന്ന മെയിൻ ടോപ്പിക്സ് അനലോഗീസ്, similarities and differences, then spatial visualization and orientation, problem solving and decision making, then discrimination, observation, then relationship concepts, arithmetical reasoning, verbal and figure classification, then arithmetical number series, പിന്നെ വരുന്നത് നോൺ വെർബൽ സീരീസ്, then coding and decoding, then syllogism, statement and conclusion, Venn diagrams, embedded figures, mirror and water images, direction sense, then clock and calendar, blood relations. ഇത്രയാണ് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വരുന്ന സബ് ടോപ്പിക്സ്. 30 മാർക്കാണ് വെയിറ്റേജ്. ഇങ്ങനെ ഈ 3 സിലബസ് ആണ്, സോറി ഈ 3 കണ്ടന്റ് ആണ് നമുക്ക് സിലബസിൽ കാണാൻ കഴിയുന്നത്. ഇതാണ് RRB NTPC യെ കുറിച്ചുള്ള ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ടെക്നിക്കൽ ഒന്നും വരുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും +2 മുൻപുള്ള ഫണ്ടമെന്റൽ സ്കൂൾ നോളജ് ബേസ്ഡ് ആണ് എക്സാം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രം പോരാ, ഈ RRB NTPC എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആക്യുറസിയും സ്പീഡും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ആക്യുറസിയും സ്പീഡുമാണ് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ CBT1 90 മിനിറ്റ് ആണ്. ആ 90 മിനിറ്റിനുള്ളിൽ നമ്മുടെ 100 ക്വസ്റ്റ്യൻ ചെയ്യണം. CBT2 കുറിച്ച് പറയുവാണെങ്കിൽ 90 മിനിറ്റിന് കൊണ്ട് 120 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ RRB NTPCയുടെ ഒരു കോമൺ സിലബസിനെ കുറിച്ച് സംസാരിക്കാൻ ഉള്ളത്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സിലബസ് ആണെന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം. പറയേണ്ടത് PSC യെ കുറിച്ചാണ്, പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും PSC യെ കുറിച്ച് പറയുമ്പം PSCയുടെ ഏത് എക്സാമിനെ കുറിച്ച്, ഇപ്പം RRB NTPC എന്ന് പറയുമ്പോൾ എനിക്ക് ഒരൊറ്റ സിലബസിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ പബ്ലിക് സർവീസ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാംസ് എന്ന് പറയുമ്പം അതിൽ ഒരു സിലബസിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം PSC റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ക്ലറിക്കൽ പോസ്റ്റിലേക്ക്, അസിസ്റ്റൻസ്, LGS, സെക്രട്ടറി, പോലീസ്, ഫോറസ്റ്റ്, ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെയാണ് എക്സാംസ് നടത്താറുള്ളത്. അപ്പം ഇതിലൊക്കെ എക്സാം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളത് ഒരു കോമൺ പ്രിലിമിനറി എക്സാം ഉണ്ട്. അത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, അതേ കൂട്ട് തന്നെ 10th ലെവൽ ആയിക്കോട്ടെ, ഇതിനെല്ലാം ഒരു കോമൺ പ്രിലിമിനറി എക്സാം ഉണ്ട്. അപ്പം ഈ എക്സാമിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ജനറൽ നോളജ് വരുന്നുണ്ട്, ജനറൽ സ്റ്റഡീസ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്, ലാംഗ്വേജ് അല്ലെ, നമ്മുടെ ലാംഗ്വേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ബേസിക് അരിത്തമാറ്റിക് ഓർ ജനറൽ സയൻസ്. അത് ഇപ്പം +2 ലെവലാണ് ആ ലെവലിൽ, 10th ലെവലാണ് ആ ലെവലിൽ, ഡിഗ്രി ലെവലാണ് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഈ
ഈ പറയുന്ന മെയിൻ ടോപ്പിക്സ് ആണ് നമ്മൾ മുകളിൽ പറഞ്ഞ കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിക്കുന്നത്. അപ്പം അത് ഒരുപക്ഷെ ഒരു പോസ്റ്റ് എടുക്കുമ്പോൾ, ഇപ്പൊ ഫോറസ്റ്റിലെ ഒരു പോസ്റ്റ് എടുക്കുമ്പോൾ ആ പോസ്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ വെയിറ്റേജ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ കണ്ടതാണ് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി സംസാരിക്കുന്നത് ഒരു ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് എന്താണ് PSC യുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പം അതിനകത്ത് ആദ്യം വരുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പം ഇവിടെ നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് കേരള PSC എക്സാം ആയതുകൊണ്ട് തന്നെ കേരള ലെവലിലുള്ള ഹിസ്റ്ററിയാണ് ചോദിക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്കറിയാം, ഞാനത് പ്രത്യേകം എടുത്തു പറയുന്ന അറൈവൽസ് ഓഫ് യൂറോപ്യൻ കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, then social and religious reform movements, then national movement in Kerala, United Kerala movement, political and social history after 1956. ഇത്രയാണ് കേരള അണ്ടറിലുള്ള ഹിസ്റ്ററി. അത് കഴിഞ്ഞ് വരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ ലെവലുള്ള മിഡി ലെവൽ ഇന്ത്യ, ബ്രിട്ടീഷ് റൂൾ, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റീഫോംസ്, national movement and Mahatma Gandhi post independence of India, then state reorganization. അത് കഴിഞ്ഞ് വേൾഡിലെ ഹിസ്റ്ററി. 3 ഭാഗമായിട്ടാണ് ഹിസ്റ്ററി പോകുന്നത്. ഗ്രേറ്റ് റെവല്യൂഷൻ, ഇംഗ്ലണ്ട് ഇൻ അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന, then political history after World War II, UNO and other international organization. ഇത്രയാണ് ഹിസ്റ്ററിയുടെ ഭാഗത്ത് വരുന്ന കീ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേരള ലെവലിലും ഉണ്ട്, ഇന്ത്യ നമ്മുടെ നാഷണൽ ലെവലിലും ഉണ്ട്, ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജിയോഗ്രഫിയാണ്. അതായത് ബേസിക്സ് പറയുമ്പോൾ എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ്, വിൻഡ്സ്, temperature, global issues that is warming and pollution, then maps, remote sensing, GIS, oceans, then continents, then India and Kerala. ഇവിടെ കേരള എന്ന് പറയുന്ന ഭാഗമെല്ലാം എക്സ്ട്രാ വരുന്നതാണ്. Geography, then state districts and their features, rivers, climate, nature, vegetation, then agriculture, minerals, industries, energy sources, transport system. ഇത്രയാണ് ജിയോഗ്രഫിയുടെ ഭാഗത്ത് ഒരു ഡിഗ്രി ലെവൽ PSCക്ക് ചോദിക്കുന്നത്. ദെൻ മൂന്നാമത് വരുന്നത് എക്കണോമിക്സ് ആൻഡ് സിവിക്സ് ആണ്. അതിനകത്ത് എക്കണോമിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, എക്കണോമിക് സെക്ടേഴ്സ്, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year plans, നിതി ആയോഗ്, then functions of RBI, public revenue, then budget, then fiscal policy, then consumer protection. അത്രയാണ് എക്കണോമിക്സ്. സിവിക്സ് ഓർ ഗവേണൻസിന് അണ്ടർ വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, ഇന്ത്യൻ സിവിൽ സർവീസ്, e-governance, RTI Act, ലോക്പാൽ, ലോകായുക്ത, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, then ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ്. ഇത്രയാണ് എക്കണോമിക്സ് ആൻഡ് സിവിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വളരെയധികം ചോദ്യങ്ങൾ വരുന്ന PSCയുടെ ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രീആംബിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്സ്, ദെൻ പഞ്ചായത്തി രാജ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, എക്സാമ്പിൾ ഇലക്ഷൻ കമ്മീഷൻ, CAG, എമർജൻസി പ്രൊവിഷൻസ്. ഇത്രയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തായിട്ട് വരുന്ന ടോപ്പിക്സ്. അടുത്ത് വരുന്നത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് ആണ്. ഇതിനകത്ത് മേജർ ആർട്ട് ഫോംസ്, ഫെസ്റ്റിവൽസ്, കൾച്ചർ സെന്റേഴ്സ്, ദെൻ പ്ലേസസ് ഓഫ് വർഷിപ്പ്, കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻസ്. സ്പോർട്സിന്റെ ഭാഗത്തു നിന്നും ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ്, അവാർഡ്സ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഗെയിംസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ദെൻ വെന്യൂസ് ആൻഡ് ഹിസ്റ്ററി. ഇത്രയാണ് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സിൽ നിന്നും PSCക്ക് ചോദിക്കുന്ന സാധനങ്ങൾ. ഓക്കെ, ദെൻ അടുത്ത വരുന്നത് വളരെ ടിപ്പിക്കൽ ടോപ്പിക് ആണ്, വിച്ച് ഈസ് റിനേസൻസ് ഇൻ കേരള. ഓക്കെ, അതിനകത്ത് കീ സോഷ്യൽ റീഫോംസ് ആൻഡ് ദിയർ മൂവ്മെന്റ്സ്, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ദെൻ ശ്രീനാരായണ ഗുരു, ദെൻ പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, ഇവരുടെ their വർക്ക്സ്, ഓർഗനൈസേഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ റീഫോംസ്. വളരെയധികം PSCക്ക് കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് അവിടെ നിന്നുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. അതിനകത്ത് കണ്ടംപററി ഇവന്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് പർട്ടിക്കുലർലി കേരള റിലേറ്റഡ് ടു സയൻസ്, ടെക്നോളജി, ആർട്സ് ആൻഡ് കൾച്ചർ, പൊളിറ്റിക്കൽ, എക്കണോമിക്, ലിറ്ററസി ആൻഡ് സ്പോർട്സ് ഫീൽഡ്. ഇത്രയാണ് നമുക്ക് ആദ്യ ഭാഗത്തുള്ള PSCയുടെ ഡിഗ്രി ലെവൽ കോമൺ പ്രീമിയം എക്സാമിന് ചോദിക്കുന്നത്. ഇനിയും അതിന്റെ രണ്ടാം ഭാഗം ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിൽ ആദ്യം 2 ജനറൽ സയൻസ് പറയുന്നുണ്ട്. ഒന്ന് ലൈഫ് സയൻസും പിന്നെ ഫിസിക്കൽ സയൻസും. ഇതിനകത്തെ ലൈഫ് സയൻസ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിനകത്ത് ഹ്യൂമൻ ബോഡി, ബേസിക് ഫാക്ട്സ്, വിറ്റാമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ്, then communicable diseases,
ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ കേരള, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ദെൻ നേച്ചറിനെ കുറിച്ച് ഫോറസ്റ്റ് റിസോഴ്സസ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ, ക്രോപ്സ് ഓഫ് കേരള, എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ഓക്കെ, എല്ലാ ടോപ്പിക് എടുക്കുമ്പോഴും കേരളം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഗങ്ങൾ അവിടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പിന്നെ ഫിസിക്കൽ സയൻസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ, ന്യൂട്ടൺസ് ലോ, ലൈറ്റ്, ലെൻസ്, മിറർ ഫിനോമിനൻ, ദെൻ സൗണ്ട്, വർക്ക്, എനർജി, പവർ, ഹീറ്റ്, ടെമ്പറേച്ചർ, സോളാർ സിസ്റ്റം. കെമിസ്ട്രിയിൽ നിന്നും ആറ്റം ആൻഡ് മോളിക്യൂൾസ്, ദെൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, എലമെന്റ്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ഓർ നോൺ മെറ്റൽസ്, കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ്, ആസിഡ്സ്, ബേസസ്, pH വാല്യൂ, ദെൻ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. ഇത്രയാണ് ജനറൽ സയൻസിന് ചോദിക്കുന്ന ലൈഫ് സയൻസിന്റെയും ഫിസിക്കൽ സയൻസിന്റെയും ഭാഗം നമ്മുടെ PSCയുടെ. അതെ, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഭാഗമാണ്. അതിനകത്ത് വരുന്നത് ആദ്യം സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്നും നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, time and distance, then time and work, average, laws of exponents, then mensuration, perimeter, area, volume of basic shapes. രണ്ടാമത്തെ ഭാഗം മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ആണ്. അതിൽ സീരീസ്, നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ്, ദെൻ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻസ്, ദെൻ അനലോഗി, ഓഡ് മാൻ ഔട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻ, ബ്ലഡ് റിലേഷൻ, ദെൻ സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾസ്. ഇത്രയുമാണ് PSCക്ക് ചോദിക്കുന്ന മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. നാലാമത്തെ ഭാഗം വളരെ മാറി നിൽക്കുന്ന ഒരു ഭാഗമാണ്. അത് ജനറൽ ഇംഗ്ലീഷ് സെക്ടർ ആണ്. അതിനകത്ത് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ആണ്. അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല. ടൈപ്സ് ഓഫ് സെന്റൻസ്, പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസസ്, അഗ്രിമെന്റ് ഓഫ് വേർബ് ആൻഡ് സബ്ജക്ട്, ആർട്ടിക്കിൾസ്, പ്രീപോസിഷൻസ്, കണ്ടീഷണൽ സെന്റൻസ്, ടാഗ് ക്വസ്റ്റ്യൻസ്, ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇതാണ് ഗ്രാമർ ഭാഗം. വൊക്കാബുലറി, സിനോണിംസ്, ആന്റോണിംസ്, ദെൻ ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ദെൻ സ്പെല്ലിംഗ് ചെക്ക്. ഇത്രയാണ് ജനറൽ ഇംഗ്ലീഷ്. ഇത് കഴിഞ്ഞു വരുന്നത് ലാംഗ്വേജ് ആണ്. മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അല്ലെ, മലയാള പാഠഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജിൽ നിന്നുമുള്ള വളരെ നല്ല ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്താം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ PSC എക്സാമിന്റെ ഒരു സിലബസ്. നമ്മൾ ഒരു പോസ്റ്റിനെ വെച്ചല്ല ഞാനിത് പറഞ്ഞത്. പോസ്റ്റുകൾ മാറി വരാം, പക്ഷേ കോർ സിലബസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ 12th 10th നമ്മൾ മാക്സിമത്തിൽ എടുക്കുന്നേ ഉള്ളൂ. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിക്കുന്ന കോർ സിലബസ്, പക്ക കോർ സിലബസ് ആണ് നമ്മൾ ഈ കണ്ടത്. അതിനെ മെയിനായിട്ട് 4 ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്താണ് പറഞ്ഞത്. കോമൺ പറഞ്ഞു, ദെൻ ജനറൽ സയൻസ് വന്നു, ദെൻ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് വന്നു, ദെൻ ജനറൽ ഇംഗ്ലീഷ്. ഇതാണ് PSC എക്സാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് 2 എക്സാം, മെയിൻ ആയിട്ടുള്ള 2, ഒന്ന് RRB NTPC എക്സാമിന്റെ സിലബസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അതിനുശേഷം ഞാൻ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള എക്സാംസിന്, PSC എക്സാമിന് ചോദിക്കുന്ന സിലബസിനെ കുറിച്ചും സംസാരിച്ചു. ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ഈ സെഷനിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത്, അങ്ങനെയെങ്കിൽ ഈ RRB NTPCയും കേരള PSC എക്സാമും എടുക്കുമ്പോൾ ഇതിനകത്ത് ഓവർലാപ്പായിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ടോ? ഉണ്ട്. ആ ഓവർലാപ്പായിട്ട് വരുന്ന ടോപ്പിക്സ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനാണ് പോകുന്നത്. ഇതിനകത്ത് 2 എക്സാമിനും കോമൺ ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത് ജനറൽ സ്റ്റഡീസ് ആൻഡ് ജനറൽ അവയർനെസ്സിൽ നിന്നും വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. നിങ്ങളിപ്പോൾ ഞാൻ വായിച്ച സിലബസിൽ കണ്ടതാണ്. ഇത് കോമൺ ആയിട്ട് വരുന്നതാണ്, അല്ലെ? ആൻഷ്യന്റ്, മിഡീവൽ ആൻഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, അതുകൊണ്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ, മോണുമെന്റ്സ് ആൻഡ് പ്ലേസ് ഓഫ് ഇന്ത്യ. ഇത് കോമൺ ആയിട്ട് വന്നതാണ്, ശരിയല്ലേ? ദെൻ ഇന്ത്യൻ പൊളിറ്റി, അത് 2 ഭാഗത്തും വന്നായിരുന്നു, അല്ലെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് their functions of the union and state governments പറഞ്ഞതാണ്. ദെൻ ജിയോഗ്രഫി PSCയിലും RRB NTPCയിലും സിലബസിൽ വരുന്നതാണ്. അതിനകത്ത് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ് രണ്ടിനകത്തും വരുന്നുണ്ട്. അതിനകത്ത് റിവേഴ്സ് വരും, മൗണ്ടൻസ് വരും, ക്ലൈമറ്റ്സ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ ജിയോഗ്രഫി ടോപ്പിക്. ദെൻ എക്കണോമിക്സിനകത്ത് വരുന്ന കോമൺ ഭാഗം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി, എക്കണോമിക് ഡെവലപ്മെന്റ്സ് ആൻഡ് ഫ്ലാഗ്ഷിപ്പ് ഗവൺമെന്റ് പ്രോഗ്രാംസ്. ഓക്കെ, ദെൻ ജനറൽ സയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം 2 എണ്ണത്തിനകത്തും PSCയുടെ എക്സാമിനും വരുന്നുണ്ട്, RRB NTPCക്കും വരുന്നുണ്ട്.
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്നും ജനറൽ സയൻസ് ആൻഡ് ലൈഫ് സയൻസ് വരുന്നുണ്ട്. ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ 10th സ്റ്റാൻഡേർഡ് CBSE SCERT ലെവലിൽ 10th സ്റ്റാൻഡേർഡിന് മുമ്പിലുള്ള എല്ലാ സാധനങ്ങളും കോമൺ ആയിട്ട് വരുന്നതാണ്. ജനറൽ സയൻസ് കോമൺ ആണ് രണ്ടിലും. ഓക്കെ, ദെൻ സയന്റിഫിക് ആൻഡ് technical or tech developments, then general scientific and technological developments including space and nuclear programs common ആയിട്ട് വരുന്ന ഓവർലാപ്പ് ചെയ്ത് വരുന്ന RRB NTPC യിലും ഉണ്ട്, PSC യിലും ഉണ്ട്. Then current affairs and static GK, current events, ഇത് എപ്പോഴും എന്തായാലും കോമൺ ആയിട്ടേ വരത്തുള്ളല്ലോ. കറന്റ് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, കേരള മാറ്റിയാൽ ബാക്കിയുള്ളത് ഗെയിംസ് ആൻഡ് സ്പോർട്സ്, ഇമ്പോർട്ടന്റ് വേൾഡ് ഓർഗനൈസേഷൻ, UN etc, environment issues, then and common abbreviations. ഇത്രയാണ് നമുക്ക് ജനറൽ സ്റ്റഡീസ് ആൻഡ് ജനറൽ അവയർനെസ്സിൽ നിന്നും ഓവർലാപ്പ് ചെയ്ത് രണ്ട് സിലബസിലും ഓവർലാപ്പ് ചെയ്ത് കാണാൻ പറ്റുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറയേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓർ സിമ്പിൾ അരിത്തമെറ്റിക്കിൽ നിന്നും ഓവർലാപ്പ് ചെയ്ത് RRB NTPCക്കും PSCക്കും വരുന്ന ടോപ്പിക്സ് ആണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് അരിത്തമെറ്റിക് കോർ ഏരിയ ആണ്. ദാറ്റ് ഈസ് നമ്പർ സിസ്റ്റം, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM and HCF, ratio and proportions, percentage, mensuration, time and work, time and distance, speed, time, distance problems, simple and compound interest, profit and loss. ഉറപ്പായിട്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്നു. അടുത്തത് അഡ്വാൻസ് ടോപ്പിക്സ്, എലമെന്ററി ഭാഗത്തു നിന്നുള്ള എലമെന്ററി ആൾജിബ്ര, ജിയോമെട്രി ആൻഡ് ട്രിഗ്നോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്സ് ആണ്. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും NTPCക്കും അതേ കൂട്ട് PSCക്കും ഓവർലാപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. മൂന്നാമതായിട്ട് പറയേണ്ടത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റിയിൽ നിന്നും ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഏരിയ എന്ന് ചോദിച്ചാൽ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിങ്, അതിനകത്ത് അനലോഗിസ്, കംപ്ലീഷൻ ഓഫ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, similarities and differences, relationship, blood relation, syllogism, jumbling, Venn diagrams, puzzles, data sufficiency, statement and conclusion, courses of action. ഇത്രയും ജനറൽ ഇന്റലിജൻസ് റീസണിംഗിൽ നിന്നും ഓവർലാപ്പ് ചെയ്തു വരുന്ന ടോപ്പിക്സ് ആണ്. ഇതിൽ നിന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ട 3 ഓവർലാപ്പിംഗ് ടോപ്പിക്കിലും PSCക്ക് ചോദിക്കുന്ന വെയിറ്റേജ് കുറവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെയിറ്റേജ് കുറവെന്ന് പറയുമ്പോൾ ഇപ്പം ജനറൽ സയൻസിന് ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ അല്ലെ, അതിനകത്ത് വെയിറ്റേജ് ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ജനറൽ സ്റ്റഡീസ് ആൻഡ് ജനറൽ അവയർനെസ് തന്നെ വീണ്ടും സബായിട്ട് തിരിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി പോകുന്നു, കൾച്ചർ പോകുന്നു, ഇന്ത്യൻ പൊളിറ്റി വേറെ ആയിട്ട് പോകുന്നു, ജിയോഗ്രഫി പോകുന്നു. ഇതിലൂടെ ആഡ് ചെയ്താണ് നമുക്ക് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. സ്വാഭാവികമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും സിമ്പിൾ അരിത്തമെറ്റിക്കിനും PSCക്ക് കൊടുക്കുന്ന വെയിറ്റേജ് വളരെ കുറവാണ്. സത്യമാണ് അല്ലെ, വളരെ കുറവാണ്. എന്നാൽ RRB NTPCക്ക് നമ്മൾ കണ്ടതാണ് CBT 1 ഏകദേശം 30 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട്. PSCക്ക് 30 മാർക്കിന്റെ വരില്ല. ഇതിനേക്കാളും ഡിഗ്രി ലെവൽ എക്സാം PSC നോക്കുവാണെങ്കിൽ കുറവേ ഉള്ളൂ. പക്ഷേ ടോപ്പിക്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഈ RRB NTPCക്ക് കുറച്ചും കൂടി ആലോചിച്ച് സ്പീഡ് ആക്യുറസി കൂട്ടി ചെയ്യേണ്ട പ്രോബ്ലംസ് ലെവൽ കൂടുതലാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. ഈ കാണുന്ന ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് സിലബസ് സെയിം ആയിട്ട് ചോദിക്കും. അതേ കൂട്ട് തന്നെ ജനറൽ ഇന്റലിജൻസ് റീസണിംഗിൽ നിന്നും ഇതേ അവസ്ഥയാണ്. RRB NTPCക്ക് വെയിറ്റേജ് വളരെ കൂടുതലാണ്, 30 വെയിറ്റേജ് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ PSCക്ക് അത്രയും വെയിറ്റേജ് വരത്തില്ല, കുറച്ചും കൂടി വെയിറ്റേജ് കുറവായിരിക്കും. ക്വസ്റ്റ്യന്റെ ലെവലും ഇച്ചിലൂടെ താഴെ ആയിരിക്കും. എന്നാൽ RRB NTPCക്ക് ക്വസ്റ്റ്യന്റെ ലെവൽ ഹൈ ആയിരിക്കും, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും വെയിറ്റേജും കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ RRB NTPCയുടെയും കേരള PSCയുടെയും ഓവർലാപ്പിംഗ് സിലബസ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. കൃത്യമെന്ന് വിചാരിക്കുന്നു. ജനറൽ സ്റ്റഡീസ് ആൻഡ് ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സിമ്പിൾ അരിത്തമെറ്റിക് വരുന്നുണ്ട്, ദെൻ ജനറൽ ഇന്റലിജൻസ് റീസണിംഗിൽ നിന്നും ഇത്രയും ഭാഗമാണ് ഓവർലാപ്പ് ചെയ്തു വരുന്നത്. പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ കേരള PSC ആയതുകൊണ്ട് കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയെടുത്താൽ വേണമെങ്കിൽ നമ്മുടെ RRB NTPCയുടെ സിലബസിനോട്ട് മെർജ് ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, സെയിം ആയിട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാൻ എനിക്കിപ്പം RRB NTPCക്കും പ്രിപ്പയർ ചെയ്യണം. അതിനോടൊപ്പം നമ്മുടെ കേരള PSC എക്സാമിന്, ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാവും എന്ന കാര്യമാണ് ഇനി പറയേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ആദ്യം വരേണ്ട ടോപ്പിക് സ്വാഭാവികമായിട്ടും ജനറൽ സ്റ്റഡീസ് ആണ്. അതിനകത്ത്
ഫൗണ്ടേഷൻ ആണ് ഇതിനകത്ത് മൊത്തം ജനറൽ സ്റ്റഡീസ് വരുന്നത്. അതിനകത്ത് ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ പൊളിറ്റി വരുന്നുണ്ട്, ഇന്ത്യൻ ജിയോഗ്രഫി വരുന്നുണ്ട്, ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ആൻഡ് ഇന്ത്യൻ എക്കണോമി. ഇതിനെ കുറിച്ച് ഒരു കോർ നോളജ്, ബേസിക് നോളജ്, ഫൗണ്ടേഷൻ നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡിക്കകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജനറൽ സ്റ്റഡീസ്. ഓക്കെ, അതേ കൂട്ട് തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനകത്ത് നമ്പർ സിസ്റ്റത്തിൽ നിന്നും പെർസെന്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതേ കൂട്ട് ടൈം ആൻഡ് വർക്ക്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസുറേഷൻ, ഇത്രയും ഭാഗത്തു നിന്നും നല്ല രീതിയിൽ നല്ല വെയിറ്റേജിൽ PSCക്കും RRB NTPCക്കും ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഒരുമിച്ച് രണ്ടിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാം അല്ലെ. കൂടുതൽ ചോദ്യങ്ങൾ എവിടെ വരും? RRB NTPC വരും. എന്നാൽ PSCയിൽ കുറച്ച് ചോദ്യങ്ങൾ വരത്തുള്ളൂ. ഇത് തന്നെയാണ് ടോപ്പിക്സ്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞ 2 എക്സാമിനും വരുന്നതാണ്. ഡിഫിക്കൽട്ടി ലെവൽ മാറിയിരിക്കും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം RRB NTPCക്ക് 30 വെയിറ്റേജ് വരുമ്പം PSCക്ക് അത്രയും വരത്തില്ല. കൂടിപ്പോയാൽ 10 അല്ലെങ്കിൽ 15, അതിൽ കൂടുതൽ മുകളിലോട്ട് പോകത്തില്ല. അപ്പം ആ ലെവല് മാത്രമേ മാറുന്നുള്ളൂ. ടോപ്പിക്സ് സെയിം ആണ്. ലെവല് മാറിയെന്നും പറഞ്ഞ് നമ്മൾ പഠിത്തത്തില് ടോപ്പിക്സ് പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പഠിക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത പറയേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞതാണ്, PSC എക്സാമിന് വേണ്ടത് കോർ നോളജ് ആണ്. ഈ സംഭവത്തെ കുറിച്ച് കോർ നല്ല ഡീപ്പ് നോളജ് വേണം. എന്നാൽ നമ്മുടെ RRB NTPC എക്സാമിന് വേണ്ടത് സ്പീഡും അതുപോലെ തന്നെ ആക്യുറസിയുമാണ്. കാരണം എക്സാം വളരെ വേഗത്തിൽ 30 മാർക്കിന്റെ മാത്തമാറ്റിക്സ്, 30 മാർക്കിന്റെ ഇന്റലിജൻസ് റീസണിങ് എന്ന് പറയുമ്പോൾ ചെയ്തു നോക്കാൻ വളരെയധികം ഉണ്ട്. എന്നാൽ PSC എക്സാം എടുക്കുമ്പോൾ ചെയ്തു നോക്കാൻ ഈ 15 അല്ലെങ്കിൽ 30 മാർക്കെങ്കിലേ വരത്തുള്ളൂ. ബാക്കി 70 മാർക്കും നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓർമ്മയിൽ നിന്നും എടുക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പം ആ 30-70 ആണ് PSCയിലെ വെയിറ്റേജ് എങ്കിൽ ഈ പറയുന്ന RRB NTPCക്ക് 60-40 ആണ് വെയിറ്റേജ്. 60% നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് സ്പീഡ് എന്ന് പറയുന്ന ഫാക്ടർ RRB NTPCക്ക് വളരെ വലുതാണ്. കൂടാതെ ആക്യുറസി എന്ന് പറയുന്നതും RRB NTPCക്ക് വേണം. PSCക്ക് നമുക്ക് വേണ്ടത് ഡീപ്പ് നോളജ് ആണ്. സബ്ജക്റ്റിലെ ടോപ്പിക്സിനെ കുറിച്ച് ഡീപ്പ് നോളജ് ആണ്. ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ 70% മാർക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ഈ പറഞ്ഞ PSCയുടെ പ്രത്യേകത. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ജനറൽ സ്റ്റഡീസിന്റെ കാര്യം പറഞ്ഞു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. അതേ കൂട്ട് തന്നെ റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ പറയേണ്ടത് നമുക്കറിയാം അനലോഗീസ്, അതേ കൂട്ട് തന്നെ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, സിലോഗിസം, ബ്ലഡ് റിലേഷൻസ്, PSCയുടെ ഇഷ്ടഭാഗം അല്ലെ, പസിൽസ്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാം അല്ലെ. സ്വാഭാവികമായിട്ടും RRB NTPC കേരള PSCക്ക് ഒരേ രീതിയിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ RRB NTPCക്ക് ഞാൻ പറഞ്ഞ സ്പീഡും ആക്യുറസിയും വേണം. അതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ കേരള PSCക്ക് അത്രയ്ക്ക് ചെറിയൊരു ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് ഭാഗമായിട്ട് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അത് സ്വാഭാവികമായിട്ടും ഇന്റഗ്രേറ്റഡ് എന്ന് പറയാൻ കാരണം രണ്ടിലും ഉണ്ട്. നമുക്കറിയാം ഡെയിലി അല്ലെ വീക്ക്ലി നമുക്ക് 6 months വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ്, അത് നാഷണൽ ലെവലിലും അതേ കൂട്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള കറണ്ട് ഇവന്റ്സിനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം. ആ ജനറൽ അവയർനെസ്സിൽ വരുന്ന ഒരു ഭാഗമാണത്. RRB NTPCക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 40 മാർക്കാണ് വരുന്നത്. 40% വെയിറ്റേജ്. ഓക്കെ, അപ്പം കേരള PSCക്കും ഈ പറഞ്ഞോട്ട് കറണ്ട് അഫയേഴ്സ് 40% വന്നില്ലെങ്കിലും ഒരു സർട്ടൺ ലെവൽ 10% അല്ലെ 15% എങ്കിലും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്രയും ഭാഗം നമുക്ക് വേണമെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് RRB NTPCക്ക് പഠിക്കാൻ എടുക്കുന്നവരും PSC പഠിക്കാൻ എടുക്കുന്നവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണിത്. ഇത് ഒരു ഞാൻ പറയുവാണെങ്കിൽ PSCയുടെ ഒരു 60-65-70% ഇതിൽ തീരും പഠിച്ചു കഴിഞ്ഞാൽ. RRB NTPCയുടെ ഏകദേശം ഒരു 75-80% ഈ ഇന്റഗ്രേറ്റഡ് പ്ലാനിനകത്ത് വരും. ബാക്കിയുള്ളത് മാത്രം നമ്മൾ പുറത്തുനിന്ന് പഠിച്ചാൽ മതി. കൂടുതലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RRB NTPC ആണ് ഇന്റഗ്രേറ്റഡിൽ മുൻപിൽ വെയിറ്റേജ് വരുന്നത്. PSC ഭാഗത്തു നിന്നും അതിൽ ഇച്ചിരി കുറവായിരിക്കും. കാരണം കേരള സ്റ്റേറ്റ് ബേസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അത് നമുക്ക് NTPCക്ക് ഇല്ല. അതുകൊണ്ട് അതെടുത്ത് കളയുമ്പോൾ വെയിറ്റേജ് കുറച്ച് കുറയും. എന്നാൽ രണ്ടിനും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വളരെയധികം ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അപ്പം ഇതാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം. നമ്മൾ കേട്ടു കാര്യങ്ങൾ എന്താണ് സിലബസ് എന്ന് മനസ്സിലാക്കണം. RRB NTPCയുടെ
അതുകൊണ്ട് തന്നെ കേരള PSCയുടെ ഇതിനകത്തുള്ള കോമൺ ടോപ്പിക്സ്, ഓവർലാപ്പ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അങ്ങനെയെങ്കിൽ രണ്ടും കൂടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ട് എന്ന കാര്യവും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പം നന്നായിട്ട് 2 എക്സാം ഞാൻ പറയുവാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത്, പിന്നീട് കേരള ഗവൺമെന്റ് എക്സാമിലേക്ക് വരണം. രണ്ടിനുമുള്ള സിലബസ് പല എക്സാമിനും, ഇപ്പം നമ്മൾ സംസാരിച്ചത് RRB NTPC കുറിച്ച് മാത്രമാണ്. ഓക്കെ, ആ ലെവലിൽ വരുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് സിലബസ് കണ്ടുപിടിക്കാം. എന്നാൽ ലെവൽ മാറുമ്പോൾ ലെവൽ 6ന് മുകളിലോട്ടുള്ള ലെവലിലൊക്കെ കോമൺ ആയിട്ട് PSC എക്സാമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, ടെക്നിക്കൽ എക്സാം ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ PSCയുടെ ടെക്നിക്കലും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ടെക്നിക്കലുമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ പറഞ്ഞത് +2 ലെവലിന് താഴെ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. വളരെയധികം ഗുണം ചെയ്യുന്ന രീതിയിലാണ് ആ ഇന്റഗ്രേറ്റഡ് പ്ലാൻ എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ ജനറൽ സ്റ്റഡീസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ് ആൻഡ് മെന്റൽ എബിലിറ്റിയും കറണ്ട് അഫയേഴ്സും ഒരുമിച്ച് പഠിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ 2 എക്സാമിന്റെയും ഒരു കോർ സിലബസിന്റെ ഒരു 80% ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് 2 എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെയധികം എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് അത് റാങ്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ എക്സാം ക്രാക്ക് ചെയ്യുന്നതിനെ എഫക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയ ബാച്ചസ് ഈ പറയുന്ന 2 എക്സാമിന് വേണ്ടിയും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാക്സിമം ബാച്ചസിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ബാച്ചസ് ആണ്. കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സസ് പോകുന്നത്. അവിടെ റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, ദെൻ മെന്റേഴ്സിന്റെ അണ്ടറിലുള്ള ഗൈഡൻസ്, മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് പലർക്കും ഉള്ള ഡൗട്ടാണ് PSCയും RRB NTPCയും എങ്ങനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകും. അതിനുള്ള ആൻസർ ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ കണ്ട ആൻസർ. ഇന്റഗ്രേറ്റഡ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ആശംസിക്കുന്നു. അപ്പോ ഇത്രയും നേരം കേട്ടതിന് താങ്ക്സ്. വീണ്ടും മറ്റൊരു നല്ല സെഷനുമായിട്ട് കാണാം. താങ്ക് യു.